തിരുവനന്തപുരം മലയൻകീഴ് റോഡ് ഇടിഞ്ഞ് ലോറി കുളത്തിൽ വീണു. ഒരാഴ്ച മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ റോഡാണ് ഇടിഞ്ഞത്. വിവരങ്ങളുമായി അർജുൻ രാജാണ് നമുക്കൊപ്പം ചേരുന്നത്. അർജുൻ, എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെയാണ് മലയൻകീഴ് ഇരട്ടക്കല്ലങ്ക് ജംഗ്ഷന് സമീപം കുളത്തിലേക്ക് ലോറി വീണത്. ഒരാഴ്ച മുൻപ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയതായിരുന്നു. ആ റോഡിന്റെ വശത്തിലൂടെ ഒരു കുളത്തോട് ചേർന്നുള്ള വഴിയാണ്. ആ വഴിയോട് ചേർന്ന് പോകുന്ന ഘട്ടത്തിലാണ് ആ റോഡിന്റെ ഒരു വശം ഈ കുളത്തിനോട് ചേർന്നിട്ടുള്ള വശം ഇടിഞ്ഞ് ഈ ലോറി അപകടത്തിൽപ്പെട്ടത്. കുളത്തിലേക്ക് ലോറി മറിഞ്ഞ് മറിഞ്ഞ് വീഴുകയാണ് ഉണ്ടായത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. 28 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞ ആഴ്ചയാണ് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അത് IB സതീഷ് MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ റോഡിന്റെ അശാസ്ത്രീയതയല്ല എന്നാണ് ഈ നിർമ്മാണം പഞ്ചായത്താണ് നടത്തിയത്. പഞ്ചായത്ത് അധികൃതർ പറയുന്നത് റോഡിന്റെ അശാസ്ത്രീയത മൂലമല്ല, ചെറിയൊരു റോഡാണ്. കുളത്തോട് ചേർന്ന് വലിയ ലോറി പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊളിഞ്ഞ ഭാഗം അത് ഈ ലോറി ഉടമ തന്നെ നവീകരിക്കണം, ആ നിർമ്മാണം അവർ തന്നെ നടത്തണമെന്ന നിലപാട് കൂടി പഞ്ചായത്തിന് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് ആ ലോറി തൽക്കാലം അവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലേക്ക് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ കടന്നിട്ടുണ്ട്. എന്തായാലും വലിയ ഒരു അപകടമാണ് ഒഴിവായത്. നേരിട്ട് ഈ റോഡിന്റെ വശം ഇടിഞ്ഞ് ലോറി അപകടത്തിൽപ്പെടുകയായിരുന്നു. കുളത്തിലേക്ക് വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതേസമയത്ത് ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരം. അതേസമയത്ത് ലോറി അവിടെ നിന്ന് കൊണ്ടുപോകാൻ ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ സമ്മതിച്ചിട്ടില്ല. ഈ പൊളിഞ്ഞ ഭാഗം അത് നവീകരിച്ച ശേഷം മാത്രമേ വാഹനം മാറ്റാൻ അനുവദിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത്. ശരി, എന്തായാലും ഒരു റോഡ് ഇടിഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം മലയൻകീഴാണ് റോഡ് ഇടിഞ്ഞ് ലോറി കുളത്തിൽ വീഴുകയും ചെയ്തത്.